ഹായ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയല്ലേ, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല അല്ലേ. പക്ഷെ നിങ്ങൾക്കറിയില്ല എന്താണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതിൻ്റെ കാരണം. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അല്ലേ, പെട്ടെന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത്. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ 3 കാർഡ് എടുത്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഒരു വലിയ പ്രോബ്ലത്തിൽ പെട്ടിട്ടുണ്ട്, ഒരുപാട് ബർഡൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. 10 ഓഫ് വാണ്ടേഴ്സ്, ജസ്റ്റിസ്, വീൽ ഓഫ് ഫോർച്യൂൺ, 3 കാർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നിങ്ങളോട് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രോബ്ലംസ് ആ ഒരു വ്യക്തിക്കുണ്ട്, അവരുടെ ലൈഫിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതെ പോയത്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. ആ എന്തൊക്കെയോ പ്രോബ്ലത്തിൽ പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. എന്നാണ് ഇപ്പോൾ കറന്റ് ഫീലിങ്സ്. തിരികെ വരുമെന്നുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയാതെ പോയത്. തീർച്ചയായിട്ടും തിരികെ വരും, ഒരു ജസ്റ്റിസ് ലഭിക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അത് നല്ലൊരു സമയം നിങ്ങളുടെ ലൈഫിൽ വരും. അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് കൂടിച്ചേരാനുള്ള നല്ലൊരു പെർഫെക്റ്റ് ടൈം വരും. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ആ വ്യക്തിയുടെ ആഗ്രഹം അതാണ്, നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൊരു ജസ്റ്റിസ് കിട്ടും. പക്ഷെ ഇത് എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പേരുടെ മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ.